പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ആരോഗ്യ കേരള മിഷൻ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റിയിൽ ആരോഗ്യ കേരളം മിഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 40 വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തസ്തികയിലേക്ക് മാത്രം 75 വേക്കൻസികളാണുള്ളത്. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദവിവരങ്ങൾ കാണാം. ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ ആരോഗ്യ കേരള മിഷൻ 2 തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 24 വൈകിട്ട് 5 മണി വരെയാണ്. ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ തസ്തിക മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ്. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷനായി 2 ഓപ്ഷനുകളാണുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ BSc നഴ്സിംഗ് വിത്ത് കേരള നഴ്സ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് GNM വിത്ത് കേരള നഴ്സ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. റിക്രൂട്ട്മെന്റ് മെത്തേഡായിട്ട് വരുന്നത് കോൺട്രാക്ട് ബേസിലാണ്. ഈ തസ്തികയിലേക്ക് മാത്രം 75 വാക്കൻസികളാണ് ഉള്ളത്. ഈ ഒരു തസ്തികയിലേക്ക് സെലക്ട് ആകുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,500 രൂപയാണ്. ഇനി അടുത്ത തസ്തിക നോക്കാം. അടുത്തത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് ഇൻ എനി സബ്ജക്ട് ആൻഡ് PG ഡിപ്ലോമയിൽ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡിപ്ലോമയിൽ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൂടാതെ ന്യൂ ബോൺ ഫോളോ ഓഫ് ക്ലിനിക്കൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സ് തന്നെയാണ്. 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. റിക്രൂട്ട്മെന്റ് മെത്തേഡ് കോൺട്രാക്ട് ബേസിസിലാണ്. ഈ ഒരു തസ്തികയിലേക്ക് 1 വാക്കൻസിയാണ് ഉള്ളത്. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ്. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നീ 2 തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മലപ്പുറം ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി ആരോഗ്യ കേരളം മിഷനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 24 വൈകിട്ട് 5 മണി വരെയാണ്. ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ അടിസ്ഥാനമാക്കിയും ഇന്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റ് എന്നിവയിലൂടെ ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക. ഈ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളും എല്ലാം ആരോഗ്യ കേരളം വെബ്സൈറ്റ് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 24 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.